അവളുടെ കൂടെ അവളുടെ നാട് കാണാൻ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഭൂമിയിൽ ഇങ്ങനെയും സ്ഥലങ്ങളുണ്ടെന്ന്. ചായ കുടിക്കുന്നില്ലേ? ഇങ്ങനൊരു ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് കുടിക്കുന്നത്. പൂർണ്ണമായും ചെളിവെള്ളത്തിന്റെ സ്വാദല്ല, ചെളിവെള്ളം തന്നെ. ചായ എങ്ങനെയുണ്ട്? സൂപ്പർ ചായ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചായ കുടിക്കുന്നത്, അതും ഇങ്ങനെ ഒരു ആംബിയൻസ് ഇരുന്ന്. എന്റെ വാപ്പല്ലേ ഇവിടെ നിന്നാണ് സ്ഥിരം ചായ കുടിച്ചോണ്ടിരുന്നത്. വെറുതെ അല്ല അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും പെട്ടെന്ന് തന്നെ വിടവാങ്ങിപ്പോയത്. എന്തോന്നൊക്കെ ആലോചിക്കുന്ന? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ നാട്ടിലെ എല്ലാ ചായക്കട ഇങ്ങനെയൊക്കെ തന്നെയെന്ന്. ഇത് മാവിമൂട് ചായക്കട, ഇതിന്റെ അപ്പുറത്ത് തെങ്ങിമൂടുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇല്ലേ പൈപ്പ് ലൈൻ ചായക്കടയുണ്ട്. ഈ പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോ ഈ വെള്ളമൊക്കെ വരുന്ന അത് തന്നെ. വൈകിട്ടാവുമ്പോ പഞ്ചായത്തേര് പൈപ്പ് ലൈനിൽ കൂടെ ചായ അടിച്ച് കയറ്റിവിടും. ഇവളത് ഏത് ഗുദാമിന്ന് വന്നയാണോ എന്തോ. നാടും നാട്ടുകാരും ഒക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സ്ഥലം. ചായയുടെ പത കളയുന്നല്ലേ? അല്ലെങ്കിൽ ആർക്കും ഇവിടുത്തെ പത ഇഷ്ടപ്പെടൂല. പത കളഞ്ഞിട്ട് കുടിച്ചോ. എന്ത് പറ്റി? വയറ് വേദനിക്കുന്ന എനിക്ക്. അത് നമ്മളുടെ ചായയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. എടീ ജേഴ്സി ഇട്ട നെടുങ്കുതിരെ എന്റെ കുടലിപ്പോ വെളി വരും. ഇവിടെ എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടാ? ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടിക്കും അവളുടെ നാട്ടിനും നാട്ടുകാർക്കും ഇങ്ങനൊരു മുഖമുണ്ടെന്ന് അറിയുന്ന നിമിഷം ആർക്കും വിദൂരമല്ല. ഇവിടെ ഉണക്ക സമയത്ത് ഞാൻ ഫുട്ബോൾ കളിക്കുമല്ലോ. ചുമ്മാ അല്ല നീ ഇങ്ങനെ വലിഞ്ഞു നീക്കുന്നത്. പുറത്തുനിന്ന് വിട്. ആരടുത്തും പറയത്തില്ലേ ഞാൻ ഒരു കാര്യം പറയട്ടോ. ആ സ്ലാബ് കണ്ട ഓടയുടെ ആ ഓടക്കടിയിലാണ് ഇരുന്ന് എന്റെ ആദ്യത്തെ കാമുകനെ വാപ്പ തൂക്കിയത്. ജീവിതം ആട്ടും തൊട്ടിൽ കിടക്കുന്ന തലയണ പോലെയായി. നമ്മളെ കല്യാണം എപ്പോഴേ? എന്തായാലും ഇപ്പൊ ഇല്ല. എന്നെ കല്യാണം കഴിച്ചാ ഈ വയലിൽ വന്നിരിക്കാം. വയലിൽ വെച്ച് കെട്ടാം പോരെ? ആ